എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു തരി പോലും വഴുവഴുപ്പില്ലാതെ വളരെ രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുക്കാം. വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി തയ്യാറാക്കുമ്പോൾ ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് വെണ്ടയ്ക്കയിലെ വെള്ളമെല്ലാം ഉപ്പി മാറ്റിയതിന് ശേഷമായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടതും. ഇനി മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുക്കാനുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് സവാളയിലെ വെള്ളം വറ്റുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി മെഴുക്കുപുരട്ടി തയ്യാറാക്കുമ്പോൾ ഒരു തരി പോലും വഴുവഴുപ്പില്ലാതിരിക്കാനും വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ തൈര് കൂടി ചേർക്കണം. തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിലുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി തുറന്നു വെച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു മെഴുക്കുപുരട്ടി തയ്യാറാക്കി എടുക്കേണ്ടതും. ഈ ഒരു സമയത്തെല്ലാം ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ടും. വെണ്ടക്കയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഇവിടെ ഇതുപോലെ ഒന്ന് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു തരി പോലും കളർ നഷ്ടപ്പെടാതെ കുഴഞ്ഞു പോവാതെ പെർഫെക്റ്റ് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ കൂട്ടുകാരെ.